ഐക്യ കേരള പ്രസ്ഥാനം. എന്താണ് ഐക്യ കേരള പ്രസ്ഥാനം എന്ന് നോക്കാം. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം എന്ന ഒരൊറ്റ സംസ്ഥാനം രൂപീകരിക്കുന്നതിനായി നിലകൊണ്ട ഒരു പ്രസ്ഥാനമാണ് ഐക്യ കേരള പ്രസ്ഥാനം. അപ്പൊ നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പൊക്കെ തന്നെ കേരളം അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ആ രീതി സ്ട്രക്ചർ ഉള്ള ഒരു കേരളം ഇല്ലായിരുന്നു. അപ്പൊ ഇത്തരത്തില് മലയാളം സംസാരിക്കുന്ന ജനങ്ങളെ ഉൾപ്പെടുത്തി കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയ ഒരു പ്രസ്ഥാനമാണ് ഐക്യ കേരള പ്രസ്ഥാനം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്നത്തെ കേരളത്തെ 4 യൂണിറ്റുകളായി തിരിച്ചിരുന്നു. 4 യൂണിറ്റുകൾ ഉണ്ടായിരുന്നു. അവ ഇങ്ങനെയായിരുന്നു: തിരുവിതാംകൂർ നാട്ടുരാജ്യം, കൊച്ചിൻ നാട്ടുരാജ്യം, മദ്രാസ് പ്രസിഡൻസിയിലെ മലബാർ ജില്ല. ഇത് നേരിട്ടുള്ള ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു. മലബാർ ജില്ല ബ്രിട്ടീഷിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു. നാലാമത്തേത് മൈസൂർ സംസ്ഥാനത്തെ തെക്കൻ കാനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്ക്. ഇങ്ങനെ 4 രീതിയിൽ 4 യൂണിറ്റുകളായിട്ടായിരുന്നു കേരളത്തെ തിരിച്ചിട്ടുണ്ടായിരുന്നത്. 1.25 കോടി മലയാളികൾ, ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഈ പുസ്തകത്തെ കുറിച്ച്, എന്ന ലഘുലേഖ കേരള സംസ്ഥാനം രൂപം കൊള്ളേണ്ടതിന്റെ ആവശ്യകതയും ഭാവി കേരളം സംബന്ധിച്ച കാഴ്ചപ്പാടുകളും ഉൾക്കൊള്ളുന്നതായിരുന്നു. ആരായിരുന്നു 1.25 കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയത്? EMS ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 പതിറ്റാണ്ടിലേറെ നീണ്ടു നിന്ന സമാധാനപരമായ ഒരു പ്രസ്ഥാനമാണ് ഐക്യ കേരള പ്രസ്ഥാനം. ഈ ഐക്യ കേരള പ്രസ്ഥാനത്തിന് തന്നെ ഒരു ചരിത്രമുണ്ട്. ഓരോ ചെറിയ ചെറിയ മൂവ്മെന്റ്സ് ആയി, ചെറിയ ചെറിയ സ്റ്റെപ്പായിട്ടാണ് ഈ ഒരു ഐക്യ കേരള പ്രസ്ഥാനം നടന്നത്. അതിന്റെ ഒരു ഹിസ്റ്ററി എന്താണെന്ന് നോക്കാം. ഈ ഒരു പ്രസ്ഥാനത്തെ തുടർന്ന് സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 പ്രകാരം 1956 നവംബർ 1 തിരുവിതാംകൂർ, കൊച്ചിയിലെ മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളും മദ്രാസ് സംസ്ഥാനത്തെ മലബാർ ജില്ലയും തെക്കൻ കാനറ ജില്ലയിലെ കാസർഗോഡും ലയിപ്പിച്ച് ആധുനിക കേരള സംസ്ഥാനം രൂപീകരിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ഉത്തരവായി. അപ്പൊ കേരളം രൂപീകരിക്കാനിടയായ നിയമം ഏതാണ്? സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956. കേരളം നിലവിൽ വന്ന എപ്പോഴാണെന്ന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 1956 നവംബർ 1. ഇനി ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് പറയാൻ പോകുന്നത്. 1920 നാഗ്പൂരിലെ INC സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഒരുപാട് തവണ ഇതും ചോദിച്ചിട്ടുള്ള, റിപ്പീറ്റ് ചെയ്തൊരു പോയിന്റ് ആണ്. ഇതിനെ തുടർന്ന് 1920 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി KPCC രൂപീകരിച്ചു. അപ്പൊ KPCC രൂപീകരിച്ച വർഷം ഏതാണ്? 1920. മലയാളം സംസാരിക്കുന്ന എല്ലാ പ്രദേശങ്ങൾക്കും വേണ്ടിയാണ് ഇത് രൂപീകരിച്ചത്. 1928 എറണാകുളത്ത് സ്റ്റേറ്റ് പീപ്പിൾസ് കോൺഫറൻസ് നടന്നു. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇതിൽ പങ്കെടുത്തത്. അപ്പൊ എറണാകുളത്ത് സ്റ്റേറ്റ് പീപ്പിൾസ് കോൺഫറൻസ് നടന്നത് 1928. ഈ സമ്മേളനത്തിൽ മലയാളം സംസാരിക്കുന്ന എല്ലാ പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തി ഐക്യ കേരളം രൂപീകരിക്കണമെന്ന പ്രമേയം പാസാക്കി. അതേ വർഷം തന്നെ 1928 ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂരിൽ ഒരു കോൺഗ്രസ് സമ്മേളനം നടന്നു. ഇത് ഒരുപാട് തവണ ചോദിച്ച പോയിന്റ് ആണ്. പയ്യന്നൂരിലെ ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ഏതാണ്? 1928. ഇനി 1928 പയ്യന്നൂരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഏതായിരുന്നു? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ സമ്മേളനം ഏതായിരുന്നു? പയ്യന്നൂരിലെ സമ്മേളനം. ഇങ്ങനെ തിരിച്ചു മറിച്ച് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അടുത്ത്, സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടിയുള്ള ഭരണഘടന രൂപീകരിക്കുന്ന വേളയിൽ കേരളത്തെ പ്രത്യേക പ്രവിശ്യയായി രൂപീകരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം പാസാക്കി. 1947 ഏപ്രിലിൽ കേളപ്പന്റെ അധ്യക്ഷതയിൽ തൃശ്ശൂരിൽ ഐക്യ കേരള സമ്മേളനം നടന്നു. തൃശ്ശൂരിൽ ഐക്യ കേരള സമ്മേളനം നടന്നത് 1947 കേളപ്പന്റെ അധ്യക്ഷതയിലായിരുന്നു. കൊച്ചി ഭരിച്ചിരുന്ന മഹാരാജാവ് ശ്രീ കേരളവർമ്മ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടുന്നത് കേളപ്പനാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടുന്നത് കേളപ്പനാണ്. സ്വാതന്ത്ര്യാനന്തരം കേളപ്പന്റെ നേതൃത്വത്തിൽ ഒരു പെറ്റീഷൻ കമ്മിറ്റി 1948 ഫെബ്രുവരിയിൽ ഡൽഹിയിലെത്തി. അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് കേരള സംസ്ഥാനം ഉടൻ രൂപീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചു. പുതിയ സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഭാഷാടിസ്ഥാനത്തിൽ അന്വേഷിക്കാനും
സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാനും ധാർ കമ്മീഷൻ എന്ന പേരിൽ ഒരു സംസ്ഥാന ഭാഷാ കമ്മീഷനെ ഭരണഘടനാ നിർമ്മാണ സഭ നിയോഗിച്ചു. അപ്പൊ ധാർ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാനും സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാനും സെറ്റപ്പ് ചെയ്ത പുതിയ കമ്മിറ്റിയാണെന്ത്? ധാർ കമ്മിറ്റി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ ധാർ കമ്മീഷൻ ശുപാർശ ചെയ്തില്ല. പകരം ഭരണപരമായ സൗകര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ ശുപാർശ ചെയ്തു. അപ്പൊ ധാർ കമ്മിറ്റി സംസ്ഥാന പുനഃസംഘടന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആദ്യമായി സെറ്റപ്പ് ചെയ്ത കമ്മീഷനാണ് ധാർ കമ്മീഷൻ. ധാർ കമ്മീഷന്റെ റിപ്പോർട്ടില് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന് അദ്ദേഹം ശുപാർശ ചെയ്തില്ല. പിന്നെ എന്താണ്? ഭരണപരമായ സൗകര്യത്തിന്റെ അടിസ്ഥാനത്തിൽ, ഭരിക്കാനുള്ള സൗകര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്നാണ് അദ്ദേഹം ശുപാർശ ചെയ്തത്. തൽഫലമായി തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജ്യങ്ങൾ ലയിപ്പിക്കുകയും ഭരണപരമായ ആവശ്യങ്ങൾക്കായി 1949 ജൂലൈ 1 തിരുക്കൊച്ചി എന്ന പുതിയ സംസ്ഥാനം രൂപീകരിക്കുകയും ചെയ്തു. തിരുവിതാംകൂർ രാജാവ് പുതിയ സംസ്ഥാനത്തിന്റെ രാജപ്രമുഖായി മാറി. ഓക്കെ, അപ്പൊ ഭരണപരമായ സൗകര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരുക്കൊച്ചി എന്ന പുതിയ സംസ്ഥാനം രൂപീകരിച്ചത്. 1949 ജൂലൈ 1 തിരുക്കൊച്ചി രൂപീകരിച്ചത്. 1953 പോറ്റി ശ്രീരാമലു തെലുങ്ക് സംസാരിക്കുന്ന ജനങ്ങൾക്ക് ആന്ധ്ര സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മരണം വരെ നിരാഹാര സമരം നടത്തി. ഇതേ തുടർന്നാണ് ഫസൽ അലിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചത്. അപ്പൊ 2 കമ്മീഷൻ ഉണ്ട് സംസ്ഥാന പുനഃസംഘടന നിർമ്മാണവുമായി ബന്ധപ്പെട്ട. ആദ്യത്തെ കമ്മിറ്റി ഇതാണ് ധാർ കമ്മിറ്റി, രണ്ടാമത്തേതാണ് ഫസൽ അലി കമ്മിറ്റി. ധാർ കമ്മിറ്റി ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന് ശുപാർശ ചെയ്തില്ല. പിന്നെ എന്താണ്? ഭരണപരമായ സൗകര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്നാണ് ശുപാർശ ചെയ്തത്. രണ്ടാമത് സെറ്റപ്പ് ചെയ്തതാണ് ഫസൽ അലി കമ്മിറ്റി. ഫസൽ അലി കമ്മീഷൻ ശുപാർശകൾ അനുസരിച്ച് 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചു. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, കാസർഗോഡ് എന്നിവ ഉൾപ്പെട്ടതാണ് ഈ പുതിയ സംസ്ഥാനം. അപ്പൊ ആദ്യമായി കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ ഏതൊക്കെ ജില്ലകൾ ഉണ്ടായിരുന്നു? തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, കാസർഗോഡ് ഇവയൊക്കെയായിരുന്നു. രാജപ്രമുഖ് എന്ന പദവി ഈ ഒരു കമ്മീഷന്റെ ശുപാർശയ്ക്ക് ശേഷം കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ രാജപ്രമുഖ് എന്ന പദവി ഇല്ലാതെയാക്കി. തിരുവിതാംകൂറിലെ തമിഴ് സംസാരിക്കുന്ന പ്രദേശങ്ങളെ മദ്രാസിൽ ലയിപ്പിച്ചു. ഏതൊക്കെയായിരുന്നു അത്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നിവയുടെ തെക്കൻ താലൂക്കുകളും ചെങ്കോട്ട താലൂക്കിന്റെ കിഴക്കൻ ഭാഗവുമായിരുന്നു മദ്രാസിൽ ലയിപ്പിച്ച പ്രദേശങ്ങൾ. ഏതൊക്കെയാണ് മദ്രാസിൽ ലയിപ്പിച്ചത്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോടും പിന്നെ ചെങ്കോട്ട താലൂക്കിന്റെ കിഴക്കൻ ഭാഗവുമാണ് മദ്രാസിൽ ലയിപ്പിച്ചത്. മലബാറിലെ തമിഴ് സംസാരിക്കുന്ന പ്രദേശവും മദ്രാസ് സംസ്ഥാനത്തിൽ ലയിപ്പിച്ചു. അങ്ങനെ ഗൂഡല്ലൂർ മദ്രാസിൽ ലയിച്ചു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ്, ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാനപ്പെട്ട പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് രൂപീകരിച്ചത് 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ അധ്യക്ഷൻ പട്ടം താണുപിള്ളയായിരുന്നു. തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി പട്ടം താണുപിള്ളയായിരുന്നു. നമ്മൾ ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് അന്ന് പ്രധാനമന്ത്രി എന്നുള്ള സ്ഥാനമായിരുന്നു. തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി പട്ടം താണുപിള്ളയായിരുന്നു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ അധ്യക്ഷനും പട്ടം താണുപിള്ളയായിരുന്നു. തിരുവിതാംകൂറിലെ അവസാനത്തെ പ്രധാനമന്ത്രി പറവൂർ TK നാരായണ പിള്ളയായിരുന്നു. ചോദിക്കാറുള്ളതാണ്, ഇമ്പോർട്ടന്റ്. അപ്പൊ തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി പട്ടം താണുപിള്ളയും അവസാനത്തെ പ്രധാനമന്ത്രി പറവൂർ TK നാരായണ പിള്ളയുമായിരുന്നു. ഇനി അടുത്ത് കൊച്ചി രാജപ്രജാ മണ്ഡലം. എന്താണ് കൊച്ചി രാജപ്രജാ മണ്ഡലം എന്ന് നോക്കാം. 1941 കൊച്ചി രാജപ്രജാ മണ്ഡലം രൂപീകരിച്ചത്. ഇതിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് VR കൃഷ്ണൻ എഴുത്തച്ഛനാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇതിലുള്ള എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കൊച്ചി രാജപ്രജാ മണ്ഡലം രൂപീകരിച്ചത് 1941. കൊച്ചി രാജപ്രജാ മണ്ഡലത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് VR കൃഷ്ണൻ എഴുത്തച്ഛനാണ്. ഇതിന്റെ ആദ്യത്തെ സെക്രട്ടറി VR കൃഷ്ണൻ എഴുത്തച്ഛൻ തന്നെയായിരുന്നു. ആദ്യ പ്രസിഡന്റ് കാരൂർ നീലകണ്ഠ പിള്ളയായിരുന്നു. കൊച്ചി രാജപ്രജാ മണ്ഡലം ഇറക്കിയ പത്രം ഏതായിരുന്നു? നീലബന്ധു ആയിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്.
കൊച്ചിയിലെ ആദ്യ ജനകീയ മന്ത്രി ആരായിരുന്നു? അമ്പാട്ട് ശിവരാമ മേനോനായിരുന്നു കൊച്ചി രാജപ്രജാ മണ്ഡലത്തിലെ ആദ്യത്തെ ജനകീയ മന്ത്രി. ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? പനമ്പള്ളി ഗോവിന്ദ മേനോനും അവസാനത്തെ പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യറുമായിരുന്നു. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ 1941 കൊച്ചി രാജപ്രജാ മണ്ഡലം രൂപീകരിച്ചത്. രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് VR കൃഷ്ണൻ എഴുത്തച്ഛനായിരുന്നു. ആദ്യ സെക്രട്ടറിയും VR കൃഷ്ണൻ എഴുത്തച്ഛൻ തന്നെയായിരുന്നു. ആദ്യ പ്രസിഡന്റ് കാരൂർ നീലകണ്ഠപിള്ളയായിരുന്നു. ഇവരിറക്കിയ പത്രമായിരുന്നു നീലബന്ധു. കൊച്ചിയിലെ ആദ്യ ജനകീയ മന്ത്രി ആരായിരുന്നു? അമ്പാട്ടി ശിവരാമ മേനോനും കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി പനമ്പള്ളി ഗോവിന്ദ മേനോനും ആയിരുന്നു. അവസാനത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇക്കണ്ട വാര്യർ. ഇനി രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നിറവേറ്റിയതിനു ശേഷം ഈ സംഘടനയെ പിരിച്ചുവിട്ടു. ഇത് പിന്നീട് കോൺഗ്രസിൽ ലയിച്ചു ചേർന്നു. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടന്നു. തിരുക്കൊച്ചിയിലെ ജില്ലകളുടെ എണ്ണം 4 ജില്ലകളായിരുന്നു. ഏതൊക്കെയായിരുന്നു തിരുക്കൊച്ചിയിലെ ജില്ലകൾ? തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ. ഇങ്ങനെ 4 ജില്ലകളായിരുന്നു തിരുക്കൊച്ചിയിൽ ഉണ്ടായിരുന്നത്. തിരുക്കൊച്ചി സംയോജനം നടക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ശ്രീ ചിത്തിര തിരുനാളായിരുന്നു. കൊച്ചിയിലെ രാജാവാണെങ്കിലോ പരീക്ഷത്ത് രാജാവായിരുന്നു. അപ്പൊ തിരുക്കൊച്ചി സംയോജനം നടക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ശ്രീ ചിത്തിര തിരുനാളും കൊച്ചിയിലെ രാജാവ് പരീക്ഷത്ത് രാജാവുമായിരുന്നു. തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി TK നാരായണ പിള്ളയും അവസാനത്തെ മുഖ്യമന്ത്രി പനമ്പള്ളി ഗോവിന്ദ മേനോനും ആയിരുന്നു. ഇതിനു മുമ്പേയും കണ്ടല്ലോ, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിലെ ആദ്യ പ്രധാനമന്ത്രി പട്ടംതാണു പിള്ളയും അവസാന പ്രധാനമന്ത്രി പറവൂർ TK നാരായണ പിള്ളയായിരുന്നു. ഇനി കൊച്ചി രാജപ്രജാ മണ്ഡലത്തിലെയോ ആദ്യ പ്രധാനമന്ത്രി പനമ്പള്ളി ഗോവിന്ദ മേനോനും അവസാനത്തേത് ഇക്കണ്ട വാര്യറുമായിരുന്നു. ഇനി തിരുക്കൊച്ചിയിലാണെങ്കിലോ തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി TK നാരായണ പിള്ളയും അവസാനത്തെ മുഖ്യമന്ത്രി പനമ്പള്ളി ഗോവിന്ദ മേനോനും ആയിരുന്നു. തിരുവിതാംകൂറിലും കൊച്ചിയിലും മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് പട്ടംതാണു പിള്ള. 2 സ്ഥലത്തും തിരുവിതാംകൂറിലും കൊച്ചിയിലും മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് പട്ടംതാണു പിള്ള. കേരള മന്ത്രിസഭയിലെ ഭീഷ്മാചാര്യർ എന്നറിയപ്പെടുന്ന ആരാണ്? പട്ടംതാണു പിള്ളയാണ്. 1956 നവംബർ 1 കേരളം രൂപീകരിച്ചത്. 1957 ജനുവരി 1 മലബാർ ജില്ലയിൽ നിന്നും 3 ജില്ലകൾ കൂടെ ചേർത്തു. ഏതൊക്കെയായിരുന്നു? പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ. ഇങ്ങനെ 3 ജില്ലകൾ കൂടെ കേരളത്തിലേക്ക് ചേർത്തത് 1957 ജനുവരി 1. അപ്പൊ ഇത്രയാണ് ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇതും കൂടെ നോക്കാം. പുന്നപ്ര വയലാർ സമരം. എന്താണ് പുന്നപ്ര വയലാർ സമരം നോക്കാം. സ്വതന്ത്ര തിരുവിതാംകൂർ വാദവും അതേ തുടർന്ന് ദിവാൻ CP രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണ സംവിധാനത്തിന്റെ പ്രഖ്യാപനവുമാണ് പുന്നപ്ര വയലാർ സമരത്തിലേക്ക് കലാശിച്ചത്. 1946 സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇടതുപക്ഷവും സോഷ്യലിസ്റ്റ് പാർട്ടിയും ശക്തമായി എതിർത്തു. 1946 സെപ്റ്റംബർ 24 ആലപ്പുഴ ജില്ലയുടെ പല ഭാഗങ്ങളിലും തൊഴിലാളികൾ പണിമുടക്കി. എന്തുമായി ബന്ധപ്പെട്ടാണ്? പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ്. എന്തിനാണ് ഇത് നടന്നത്? ദിവാൻ CP രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണ സംവിധാനത്തിന് എതിരായിട്ടാണ്. ഇതോടെ ഒക്ടോബർ 1 ദിവാൻ CP കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ട്രേഡ് യൂണിയനുകളെയും നിരോധിച്ചു. പൊതുപണിമുടക്കിന്റെ ഭാഗമായി പുന്നപ്ര, വയലാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ സമരാനുകൂലികളും പട്ടാളവും തമ്മിൽ ഏറ്റുമുട്ടി. വെടിവയ്പ്പിന്റെ ഫലമായി അനവധി പേർ കൊല്ലപ്പെട്ടു. ഈ ദുരന്ത വാർത്ത രാജ്യം മുഴുവൻ പ്രചരിച്ചതോടെ പൊതുജനാഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവാൻ ഭരണം അവസാനിപ്പിക്കേണ്ടി വന്നു. ഇതിനിടെ ദിവാൻ CP രാമസ്വാമി അയ്യർക്കെതിരെ ഒരു വധശ്രമവും നടന്നു. ഇതോടെ ദിവാൻ രാജിവെക്കുകയും ചെയ്തു. MN ഗോവിന്ദൻ നായർ, KC ജോർജ് പത്രോസ്, കുമാരപ്പണിക്കർ, TV തോമസ് തുടങ്ങിയവരായിരുന്നു സമരത്തിന് പ്രധാനമായും നേതൃത്വം നൽകിയത്. അപ്പൊ ഇതാണ് പുന്നപ്ര വയലാർ സമരം. ഇനി എന്താണ് ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം എന്നും കൂടെ നോക്കാം. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നയിക്കുന്നതിനായി ദിവാനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപിതമായി. ദിവാൻ CP രാമസ്വാമി അയ്യരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ പ്രചാരണം ആരംഭിച്ചു. തുടർന്ന് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും യൂത്ത് ലീഗും നിരോധിച്ചു. പിന്നീട് സ്റ്റേറ്റ് കോൺഗ്രസ് ഒരു നിയമലംഘന പ്രസ്ഥാനം സംഘടിപ്പിച്ചു. സംസ്ഥാനത്തിന്റെ വർദ്ധിച്ചു വരുന്ന ജനപിന്തുണ നിരോധനം പിൻവലിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചു. ആരോപണങ്ങൾ പിൻവലിക്കുന്നത് വരെ ചർച്ചകൾ നടത്താൻ ദിവാൻ വിസമ്മതിച്ചു. ഒടുവിൽ ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് ആരോപണങ്ങൾ പിൻവലിച്ചു.
ഇത് കോൺഗ്രസിൽ പിളർപ്പ് സൃഷ്ടിച്ചു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ അവസാനം മലബാർ തിരഞ്ഞെടുപ്പിലേക്കും ഭരണഘടനാപരമായ ഒരു ഭരണത്തിലേക്കും തിരിച്ചു വന്നു. ഭരണപരമായി മലബാർ സ്വാതന്ത്ര്യ സമയത്ത് മദ്രാസ് പ്രവിശ്യയിലെ ഒരു ജില്ലയായിരുന്നു. സ്വാതന്ത്ര്യത്തിന്റെ തലേന്ന് കൊച്ചിയിൽ രാജഭരണം അവസാനിക്കുകയും പനമ്പള്ളി ഗോവിന്ദ മേനോൻ പ്രധാനമന്ത്രിയായി ഒരു ജനകീയ മന്ത്രിസഭ അധികാരമേൽക്കുകയും ചെയ്തു. തിരുവിതാംകൂറിൽ പട്ടം താണുപിള്ളയെ പ്രധാനമന്ത്രിയായി ഒരു മന്ത്രിസഭ രൂപീകരിക്കുകയും ചെയ്തു. ഇതാണ് ഉത്തരവാദിത്വ ഭരണ പ്രക്ഷോഭം. ഇനി നമുക്ക് ഇതുമായി ഇപ്പൊ നമ്മൾ പഠിച്ച ഈ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നോക്കാം, മോക്ക് ടെസ്റ്റ് നോക്കാം. ഇപ്പൊ ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് 60 ക്വസ്റ്റ്യൻസ് ആണ്, ഏറ്റവും പ്രധാനപ്പെട്ട 60 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ കുറച്ച് പ്രീവിയസ് ഇയർ ആണ്, കുറച്ച് നമുക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്, കുറേ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവനയാണ് കാണേണ്ടത്. ഒരേ ഭാഷ സംസാരിച്ചിരുന്നവരാണെങ്കിലും മലയാളികൾ 3 വ്യത്യസ്ത ഭരണ മേഖലകളിലായി ഭിന്നിച്ചു കിടക്കുകയായിരുന്നു. അത് ശരിയാണ്. 1.25 കോടി മലയാളികൾ എന്ന ലഘുലേഖ കേരള സംസ്ഥാനം രൂപം കൊള്ളേണ്ടതിന്റെ ആവശ്യകതയും ഭാവി കേരളം സംബന്ധിച്ച കാഴ്ചപ്പാടുകളും ഉൾക്കൊണ്ടതായിരുന്നു. അത് ശരിയാണ്. 1956 ജനുവരിയിൽ EMS എഴുതിയ ഒരു ലഘു ഗ്രന്ഥമാണ് 1.25 കോടി മലയാളികൾ. അത് തെറ്റാണ്. EMS ആണ് ഈ ലഘു ഗ്രന്ഥം എഴുതിയത്, പക്ഷെ വർഷം 1946 ആയിരുന്നു, അതുകൊണ്ടായിരുന്നു തെറ്റിപ്പോയത്. ഈ കാലയളവിൽ ഇതേ മാതൃകയിൽ ഭവാനി സെൻ രചിച്ച പുസ്തകമാണ് നൂതൻ ബംഗാൾ. ഓക്കെ, അപ്പൊ ഇവിടെ തെറ്റായതാണ് കാണേണ്ടത്. 1, 2, 4 ശരി, 3 മാത്രം തെറ്റ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത് നോക്കാം. താഴെ പറയുന്നവയിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന് നേതൃത്വം നൽകിയ പ്രധാന നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഉൾപ്പെടാത്തത് TM വർഗീസ്, PK കുഞ്ഞ്, പട്ടം താണുപിള്ള, ഇവരൊക്കെ ഉൾപ്പെടുന്നതാണ്. ഉൾപ്പെടാത്തത് ആരാണ്? ഓപ്ഷൻ എ ആണ്, C കേശവൻ മാത്രം. അടുത്തത് നോക്കാം. താഴെ പറയുന്നവയിൽ പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ശരിയായതാണ് കാണേണ്ടത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ഭാഷാടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ കാരണമായ നവീകരണമാണ് സംസ്ഥാന പുനഃസംഘടനാ നിയമം. അത് ശരിയാണ്. ഡിസംബർ 1956 പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചു. ഇതിലെ വർഷം തെറ്റാണ്. എന്നാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചത്? 1953 ഫസൽ അലി കമ്മീഷനെയാണ് നിയമിച്ചത്. നമ്മളതൊക്കെ കണ്ടതാണ്. ഓപ്ഷൻ 2 അതുകൊണ്ട് തെറ്റാണ്. ഇപ്രകാരം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ആന്ധ്രയാണ്, ആന്ധ്രാപ്രദേശാണ്. അത് ശരിയാണ്. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഫസൽ അലി ആയിരുന്നു കമ്മീഷന്റെ തലവൻ. 4 ഓപ്ഷൻ 4ഉം ശരിയാണ്. അപ്പൊ 1, 3, 4 ശരി, 2 തെറ്റാണ്. ശരിയായതാണ് കണ്ടെടുക്കാനുള്ളത്. നമുക്ക് 1, 3, 4 ശരി. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് നോക്കാം. ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാകുന്നതിന് വേണ്ടി രൂപീകരിച്ച KPCC ഉപസമിതി രൂപീകരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? അധ്യക്ഷത വഹിച്ചത് KP കേശവമേനോനായിരുന്നു. അടുത്തത് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തെറ്റായതാണ് കാണേണ്ടത്. ഇതിൽ 1ഉം 4ഉം ശരിയും 2ഉം 3ഉമാണ് തെറ്റായിട്ടുള്ളത്. മലബാറിലുള്ളവർക്ക് മദ്രാസ് നിയമനിർമ്മാണ സഭയിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ 1888 നിലവിൽ വന്നു. ഇവ രണ്ടും ശരിയാണ്. അപ്പൊ തെറ്റായിട്ടുള്ളത് ഇത് രണ്ടുമാണ്. കൊച്ചി നിയമനിർമ്മാണ സഭയും തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയെ കുറിച്ച് പറഞ്ഞ ഈ 2 കാര്യങ്ങളും തെറ്റാണ്. അപ്പൊ തെറ്റായത് ഏതാണ്? 2ഉം 3ഉം. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത് തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികളിൽ ഉൾപ്പെടാത്തത് ആരാണ്? ത്രിമൂർത്തികളിൽ ഉൾപ്പെടാത്തത് C കേശവമേനോൻ, പട്ടം താണുപിള്ള, TM വർഗീസ് ഉൾപ്പെടുന്നതാണ്. VR കൃഷ്ണൻ എഴുത്തച്ഛനാണ് ഉൾപ്പെടാത്തത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത് താഴെ പറയുന്നവയിൽ തിരുക്കൊച്ചി സംയോജനവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായതാണ് കാണേണ്ടത്. ഇതില് 3ഉം 4ഉം തെറ്റാണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടന്നു. തിരുവിതാംകൂർ മഹാരാജാവ് തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രാജപ്രമുഖനായി സ്ഥാനമേറ്റു. അത് രണ്ടും ശരിയാണ്. 3ഉം 4ഉമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അടുത്ത് നോക്കാം. താഴെ പറയുന്നവയിൽ കൊച്ചി രാജപ്രജാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായതാണ് കാണേണ്ടത്. ഇതിലെ എല്ലാ ഓപ്ഷനും ശരിയാണ്. 1949 സെപ്റ്റംബർ 4 തിരുവിതാംകൂർ മഹാരാജാവ്
പുതിയൊരു ഉത്തരവാദ ഭരണ സർക്കാർ രൂപീകരിക്കാൻ വിളംബരം നടത്തി. പുതിയതായി രൂപീകരിച്ച നിയമസഭയിൽ 120 അംഗങ്ങൾ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. തിരുവിതാംകൂർ മഹാരാജാവായിരുന്നു ഭരണഘടനാ തലവൻ. തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രിയായി പട്ടം താണപിള്ള തിരഞ്ഞെടുക്കപ്പെട്ടു. ഇവിടെ എല്ലാം ശരിയാണ്. 1, 2, 3, 4 ശരിയാണ്. അടുത്തത് നോക്കാം. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഐക്യ കേരള സമ്മേളനം നടന്ന സ്ഥലം ഓപ്ഷൻ ഡി ആണ്, ആലുവയിലാണ്. അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഇതിൽ ഏതൊക്കെയാണ് തെറ്റ് ശരി എന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇതിൽ 1 തെറ്റും 2 ശരിയുമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി സംഘടിപ്പിക്കണം എന്നത് പ്രമേയം അവതരിപ്പിച്ചത് 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു എന്നുള്ളത് തെറ്റാണ്. വർഷം തെറ്റാണല്ലോ. 1935 മണിബെൻ കാരയുടെ നേതൃത്വത്തിൽ നടന്ന അഖില കേരള തൊഴിലാളി യൂണിയൻ സമ്മേളനം ഐക്യ കേരളം എന്ന പ്രമേയത്തിന് ശക്തി പകർന്നു. ഇത് ശരിയാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ്. 1 തെറ്റ് 2 ശരി എന്നുള്ളതാണ് ആൻസർ. അടുത്തത് നോക്കാം. താഴെ പറയുന്നവയിൽ ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ പ്രധാന ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. മലയാളം സംസാരിക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംസ്ഥാനം രൂപീകരിക്കുക, അതൊരു ആവശ്യമായിരുന്നു. ഭൂമിശാസ്ത്രപരവും ഭാഷാപരവുമായ സാംസ്കാരികപരവും സാമ്പത്തികപരവും ഭരണപരവുമായ പരിഗണന അടിസ്ഥാനമാക്കിയുള്ള സംയോജനമായിരുന്നു വേണ്ടിയിരുന്നത്. അതും ശരിയാണ്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, മയ്യഴി എന്നിവ ഇന്ത്യൻ യൂണിയനിൽ ഉൾപ്പെടുത്തുക, ഇതും ശരിയാണ്. അപ്പോൾ ഇതിൽ ഉൾപ്പെടുന്നവ ഏതാണ്? 1, 2, 3 ഉൾപ്പെടുന്നവയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത് നോക്കാം. 1937 തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഉൾപ്പെടുത്തി ഒരു സബ് ഫെഡറേഷൻ രൂപീകരിക്കണമെന്ന പ്രമേയം ഐകകണ്ഠ്യേന അംഗീകരിച്ച രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? അത് തിരുവനന്തപുരത്താണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത് നോക്കാം. താഴെ പറയുന്നവയിൽ ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? ശരിയായതാണ് കാണേണ്ടത്. ഇതില് 1, 2, 3, 4 ശരിയാണ്. 1920 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നാഗ്പൂർ സമ്മേളനത്തിൽ ഭാഷാടിസ്ഥാനത്തിൽ ഓരോ പ്രദേശത്തും കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. 1921 മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നീ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. 1928 എറണാകുളത്ത് നടന്ന രാജ്യപ്രജാ സമ്മേളനത്തിൽ പ്രമേയം പാസാക്കപ്പെട്ടു. അഖില കേരള കുടിയാൻ സമ്മേളനത്തിലും ഐക്യ കേരള പ്രമേയം പാസാക്കപ്പെട്ടു. ഇവിടെ എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി 1, 2, 3, 4 എന്നുള്ളതാണ് ഇവിടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത് നോക്കാം. 1946 രൂപീകരിച്ച ഐക്യ കേരള സബ് കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, KP കേശവമേനോൻ. അടുത്തത് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവനയാണ് കാണേണ്ടത്. ഇതില് 1ഉം 2ഉം മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 3ഉം 4ഉം ശരിയാണ്. ശരിയായിട്ടുള്ളത് നമുക്ക് വായിക്കാം. തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യ രാജപ്രമുഖ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. അന്ന് കൊച്ചിയുടെ പ്രധാനമന്ത്രിയായിരുന്ന പറവൂർ TK നാരായണ പിള്ളയാണ് തിരുക്കൊച്ചിയുടെ ആദ്യ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്. 3ഉം 4ഉം ഇവിടെ ശരി. 1ഉം 2ഉം തെറ്റാണ്. അപ്പൊ തെറ്റായതാണ് കാണേണ്ടത്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത് നോക്കാം. താഴെ പറയുന്ന കോൺഗ്രസ് സമ്മേളനങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ തെറ്റായത് ഏത്? തെറ്റായതാണ് കാണേണ്ടത്. ഐക്യ കേരളം എന്ന ആവശ്യം അംഗീകരിക്കണമെന്ന് കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ട പ്രാദേശിക കോൺഗ്രസ് സമ്മേളനം നടന്നത് പയ്യന്നൂരിൽ വെച്ചാണ്. അത് ശരിയാണ്. ഓപ്ഷൻ എ ശരിയാണ്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രതിനിധികളെ ഒരുമിച്ച് പങ്കെടുപ്പിച്ച ആദ്യ പ്രാദേശിക കോൺഗ്രസ് സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്ത് വെച്ചാണ്. അതും ശരിയാണ്. അപ്പൊ നമുക്കിവിടെ തെറ്റില്ല. രണ്ടാമത്തെ തെറ്റ്, ഒന്നാമത്തെ തെറ്റ്, 2 തെറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കാൻ പറ്റില്ല. 2ഉം ശരിയാണ് എന്നുള്ള ഓപ്ഷനാണ് ഇവിടുത്തെ ആൻസർ. അടുത്ത് നോക്കാം. ന്യൂനാവകാശ സംരക്ഷണത്തോടു കൂടിയുള്ള ഉത്തരവാദ ഭരണം താഴെ പറയുന്നവയിൽ ഏതിന്റെ ലക്ഷണമായിരുന്നു? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ലക്ഷ്യമായിരുന്നു. അടുത്ത നോക്കാം. 1928 എറണാകുളത്ത് നടന്ന കേരള കുടിയാൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ലാലാ ലജ്പത് റോയ് ആയിരുന്നു അധ്യക്ഷത വഹിച്ചത്. അടുത്ത് നോക്കാം. ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രധാന വർഷങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. ചേരുംപടി ചേർക്കുക. ഇതിൽ ഒന്നാമത്തേത് തൃശ്ശൂരിൽ ഐക്യ കേരള യോഗം നടന്നത്
1948 ഒന്ന് ഡി ആണ്. രണ്ടാമത്തേത് തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്ന വർഷം ഏതാണ്? 1949. മൂന്നാമത്തെ ഐക്യ കേരള സമിതി രൂപീകൃതമായതെന്നാണ്? 1945. അടുത്ത് ഐക്യ കേരളം ലക്ഷ്യം വെച്ചുകൊണ്ട് സമസ്ത കേരള സാഹിത്യ പരിഷത്ത് രൂപീകൃതമായതെന്നാണ്? അത് 1927. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത് നോക്കാം. താഴെ പറയുന്നവരിൽ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചവരിൽ ഉൾപ്പെടാത്തത് ആര്? തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചവരിൽ ഉൾപ്പെടാത്തതാണ് ചോദിക്കുന്നത്. KP കേശവ മേനോൻ മാത്രമാണ് ഉൾപ്പെടാത്തത്. AK ജോൺ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ, C കേശവനൊക്കെ ഉൾപ്പെടുന്നവരാണ്. അടുത്ത് 1953 നിലവിൽ വന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന് അംഗമല്ലാതിരുന്ന വ്യക്തി ആരാണ്? ഇതിൽ അംഗമല്ലാതിരുന്ന വ്യക്തിയാണ് ചോദിച്ചിരിക്കുന്നത്. C രാജഗോപാലാചാരിയാണ് അംഗമല്ലാതിരുന്നത്. സർദാർ KM പണിക്കർ, ഫസൽ അലി, HN കുൻസ്രു ഒക്കെ അംഗമായിരുന്നവരാണ്. C രാജഗോപാലാചാരി അംഗമല്ലാതിരുന്ന വ്യക്തി. അപ്പൊ നമ്മുടെ ആൻസർ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത് നോക്കാം. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇതിലെ തെറ്റായ പ്രസ്താവനയാണ് കാണേണ്ടത്. ഇവിടെ ഒന്നാമത്തെ നോക്കാം. 1921 കേരളത്തിൽ പ്രാദേശികമായ ഒരു കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ച് KPCC അഥവാ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇത് ശരിയായ പ്രസ്താവനയാണ്. 1997 അമരാവതി സമ്മേളനത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരേ ഒരു മലയാളി അധ്യക്ഷത വഹിച്ചു. ആരായിരുന്നത്? ചേറ്റൂർ ശങ്കരൻ നായർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും ശരിയാണ്. INC പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിച്ചപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൽ ആദ്യമേ പ്രവൃത്തി പരിചയം ഉള്ളവരെയായിരുന്നു അത് ഏൽപ്പിച്ചത്. അത്തരത്തിൽ ആദ്യ നേതൃത്വം ഏറ്റെടുത്തത് ചേറ്റൂർ ശങ്കരൻ നായർക്കായിരുന്നു. അതും ശരിയാണ്. ചേറ്റൂർ ശങ്കരൻ നായരുടെ സ്വദേശം പാലക്കാട് ജില്ലയിലായതുകൊണ്ട് KPCCയുടെ ആദ്യ സമ്മേളനം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് വെച്ച് നടന്നു എന്നുള്ളതും ശരിയാണ്. ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് കാണേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ എല്ലാം ശരിയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത് നോക്കാം. 1938 ഒക്ടോബറിൽ കോൺഗ്രസിന്റെ നിർദ്ദേശപ്രകാരം വനിതകളുടെ വോളണ്ടിയർ ഗ്രൂപ്പായ ദേശസേവിക സംഘം രൂപീകരിച്ചത് ആരാണ്? അപ്പൊ കോൺഗ്രസിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ചതാണ് വനിതകളുടെ വോളണ്ടിയർ ഗ്രൂപ്പായ ദേശസേവിക സംഘം. 1938 ഇത് രൂപീകരിച്ചത്. ഇതിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? അക്കാമ്മ ചെറിയാനായിരുന്നു. അടുത്തത്, കൊച്ചിയിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ്. കൊച്ചിൻ കോൺഗ്രസ്, കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസ്, കൊച്ചിൻ രാജ്യപ്രജാ മണ്ഡലം ഒക്കെ ഉൾപ്പെടുന്നതാണ്. ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ ആണ്, തിരുവിതാംകൂർ സ്റ്റേറ്റ് ആണ്. അടുത്ത നോക്കാം. താഴെ പറയുന്നവയിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക. ശരിയായതാണ് രേഖപ്പെടുത്തേണ്ടത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് നോക്കാം. 1920 നാഗ്പൂർ സമ്മേളനത്തിൽ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള ആദ്യപടി എന്നോണം പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനമായി. അത് ശരിയാണ്. 1921 ജനുവരി 20 കോഴിക്കോട് യോഗം ചേർന്ന് KPCC രൂപീകരിച്ചു. അതും ശരിയാണ്. KPCCയുടെ ആദ്യ സെക്രട്ടറി K മാധവൻ നായർ ആയിരുന്നു. അതും ശരിയാണ്. KPCCയുടെ ആദ്യ ആസ്ഥാനം കോഴിക്കോടും പിന്നീട് കൊച്ചിയിലേക്കും തുടർന്ന് തിരുവനന്തപുരത്തേക്കും മാറ്റി. ഇതും ശരിയാണ്. ഇവിടെ ഏതൊക്കെയാണ്? 1, 2, 3, 4 ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത് നോക്കാം. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം ഏതാണ്? ഏത് സമ്മേളനമായിരുന്നു? പയ്യന്നൂർ സമ്മേളനം. അടുത്ത് നോക്കാം. ഒന്നാം അഖില കേരള സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏതാണ്? ഏതൊക്കെയാണ് ശരിയായതെന്ന് നോക്കാം. ഐക്യ കേരളം എന്ന ആശയം പ്രമേയമായി അവതരിപ്പിക്കപ്പെട്ട ആദ്യ സമ്മേളനമാണ് ഒന്നാം അഖില കേരള സമ്മേളനം. അത് ശരിയാണ്. 1921 ഏപ്രിൽ മാസം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് വെച്ചാണ് ഈ സമ്മേളനം നടന്നത്. അതും ശരിയാണ്. മദ്രാസ് പ്രവിശ്യയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന തങ്കദുരി പ്രകാശം അധ്യക്ഷത വഹിച്ച സമ്മേളനമായിരുന്നു ഇത്. അതും ശരിയാണ്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ ഒരുമിച്ച് പങ്കെടുത്ത ആദ്യ സമ്മേളനമായിരുന്നു. അതും ശരിയാണ്. 1, 2, 3, 4 ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത് നോക്കാം.
1949 രൂപീകരിക്കപ്പെട്ട തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രാജപ്രമുഖ ആരായിരുന്നു രാജപ്രമുഖ്? തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രാജപ്രമുഖ് ശ്രീ ചിത്തിര തിരുനാളായിരുന്നു. അടുത്ത്, അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ ആരായിരുന്നു? CP രാമസ്വാമി അയ്യർ ആയിരുന്നു. അടുത്ത് നോക്കാം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായതാണ് കാണേണ്ടത്. ഇതില് 2 മാത്രം തെറ്റും 1ഉം 3ഉം ശരിയാണ്. ഇപ്പൊ ശരിയായിട്ടുള്ളത് നോക്കാം. ഇന്ത്യയിൽ രണ്ടാമതായി ഒരു നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. ഐക്യ കേരളം പിറവിയെടുക്കുന്നതിന് മുന്നോടിയായി തിരുവിതാംകൂർ, കൊച്ചി നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിച്ച് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായി വന്ന വിഭാഗമാണ് തിരുക്കൊച്ചി. 1ഉം 3ഉം ശരി, 2 മാത്രം തെറ്റ്. നമുക്ക് തെറ്റായതാണല്ലോ കാണേണ്ടത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത് നോക്കാം, 1935 കോഴിക്കോട് കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായതാണ് കാണേണ്ടത്. ഏതൊക്കെയാണെന്ന് നോക്കാം. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രധാന വിഷയമാക്കിയ സമ്മേളനമായിരുന്നു ഇത്. ശരിയാണ്. ഇന്ത്യയുടെ നാട്ടുരാജ്യങ്ങൾ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും ഭരണഘടനാപരമായി ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി തന്നെ നിലനിൽക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമമാണ്. അതും ശരിയാണ്. ഈ യോഗത്തോടു കൂടിയാണ് ഐക്യ കേരളം എന്ന ആശയം കേരളത്തിൽ ഉടനീളം ശക്തിപ്പെട്ടത്. അതും ശരിയാണ്. ഈ സമ്മേളനത്തിന്റെ ഭാഗമായി തിരുവിതാംകൂർ കോൺഗ്രസ്, കൊച്ചി രാജപ്രജാ മണ്ഡലം തുടങ്ങിയ ഐക്യ കേരളത്തെ പിന്തുണയ്ക്കുന്ന വലിയ സംഘടനകൾ രൂപം കൊണ്ടു. അതും ശരിയാണ്. അപ്പൊ 1, 2, 3, 4 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത് നോക്കാം, സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി സംഘടിപ്പിക്കണം എന്ന പ്രമേയം അവതരിപ്പിച്ച 1928 പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. പയ്യന്നൂരിൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത്, തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വരുമ്പോൾ തിരുവിതാംകൂറിന്റെ മുഖ്യമന്ത്രിയായിരുന്നത് ആരായിരുന്നു? പറവൂർ TK നാരായണ പിള്ളയായിരുന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത്, താഴെ പറയുന്ന തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വ സ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തതാണ് ചോദിക്കുന്നത്. ഇതിൽ ഉൾപ്പെടാത്തത് ആദ്യ പ്രസിഡന്റ് PS നടരാജപിള്ള എന്നുള്ളത് തെറ്റ്. ആദ്യ സെക്രട്ടറി പട്ടം താണുപിള്ള എന്നുള്ളത് തെറ്റാണ്. ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത അക്കമ്മ ചെറിയാനാണ്. അത് ശരിയാണ്. ഐക്യ കേരളത്തിന് വേണ്ടിയുള്ള ആദ്യ ശ്രമങ്ങൾ തുടങ്ങി വെച്ചത് കേരളത്തിലെ ഏത് പ്രദേശത്താണ്? മലബാറിലാണ്. അടുത്ത് നോക്കാം, കൊച്ചി രാജപ്രജാ മണ്ഡലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തെറ്റായത് ഏതാണ്? തെറ്റായതാണ് കാണേണ്ടത്. ഇതിൽ തെറ്റ് 1 മാത്രമാണ്, 2ഉം 3ഉം ശരിയാണ്. കൊച്ചി രാജപ്രജാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് കൊച്ചി ദിവാനായിരുന്ന AFW ഡിക്സൺ പ്രധാന നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു എന്നുള്ളത് ശരിയാണ്. കൊച്ചി രാജപ്രജാ മണ്ഡലത്തിന്റെ നേതാക്കന്മാരെല്ലാവരെയും അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അതിക്രൂരമായ പീഡനങ്ങൾ അനുഭവിക്കുകയും ചെയ്തവരിൽ പ്രധാനിയായിരുന്നു K കരുണാകരൻ. അതും ശരിയാണ്. 2ഉം 3ഉം ശരിയാണ്. നമുക്ക് തെറ്റായതാണ് കാണേണ്ടത്. 1 മാത്രമാണ് ഇവിടെ തെറ്റ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത് നോക്കാം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് താഴെ നൽകിയിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ശരിയാണോ തെറ്റാണോ നോക്കണം. 1938 ഫെബ്രുവരിയിൽ തിരുവനന്തപുരത്ത് CV കുഞ്ഞിരാമന്റെ അധ്യക്ഷതയിൽ കൂടിയ രാഷ്ട്രീയ നേതൃത്വ യോഗം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന പേരിൽ സ്വതന്ത്ര രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കാൻ തീരുമാനിച്ചു. അത് ശരിയാണ്. പട്ടം താണുപിള്ളയെ അതിന്റെ പ്രസിഡന്റായും PS നടരാജപിള്ളയെ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തുകൊണ്ട് താൽക്കാലിക സമിതിയും രൂപീകരിച്ചു. ഇവിടെ 1ഉം 2ഉം ശരിയാണ്. നമ്മൾ മുകളിൽ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടോ, പട്ടം താണുപിള്ളയാണ് സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത നടരാജപിള്ള പ്രസിഡന്റ് ആയിരുന്നു. തിരിച്ചാണ് നമ്മൾ കണ്ടത് അല്ലേ. ഇവിടെ പ്രസിഡന്റ് നടരാജപിള്ളയും സെക്രട്ടറി പട്ടം താണുപിള്ള എന്നായിരുന്നു. അതുകൊണ്ടാണ് ഇത് തെറ്റായി പോയത്. അടുത്ത് നോക്കാം, തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരുടെ ദുർഭരണത്തിനെതിരായി നടന്ന പ്രക്ഷോഭം ഏതാണ്? പുന്നപ്ര വയലാർ സമരം. അടുത്ത് നോക്കാം, 1945 ഐക്യ കേരള സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ശരിയായതാണ് കാണേണ്ടത്. ഏതൊക്കെയാണെന്ന് നോക്കാം. 1947 തൃശൂർ ജില്ലയിൽ K കേളപ്പന്റെ നേതൃത്വത്തിൽ ഐക്യ കേരള കൺവെൻഷൻ അരങ്ങേറി. അത് ശരിയാണ്. ഐക്യ കേരള കൺവെൻഷനിലേക്ക് കൊച്ചി രാജാവ് നേരിട്ട് എഴുന്നള്ളുകയും ഐക്യ കേരളത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. അത് ശരിയാണ്.
വേദിയിൽ വെച്ച് ഐക്യ കേരള പ്രമേയം രാജാവിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. ഇതും ശരിയാണ്. ഐക്യ കേരള പ്രമേയം അവതരിപ്പിച്ചത് ഈ മൊയ്തു മൗലവിയാണ്. അതും ശരിയാണ്. ശരിയായതല്ലേ കാണേണ്ടത്? 1, 2, 3, 4 ശരിയാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. അടുത്ത് നോക്കാം. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, തിരുക്കൊച്ചി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, മലബാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞത് എന്നാണ്? ഓപ്ഷൻ സി ആണ്. 1952 ജൂണിലായിരുന്നു അത്. അടുത്ത് നോക്കാം. 1937 തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഉൾപ്പെടുത്തി ഒരു സബ് ഫെഡറേഷൻ രൂപവൽക്കരിക്കണമെന്ന പ്രമേയം ഐകകണ്ഠേന അംഗീകരിച്ച രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? തിരുവനന്തപുരത്ത് വെച്ചാണ്. അടുത്ത് നോക്കാം. ഉത്തരവാദിത്തമുള്ള കേരള ഗവൺമെന്റിനെ പറ്റി താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഇവിടെ 1, 3, 4 ശരിയായിട്ടുള്ളത്. 2 തെറ്റാണ്. ട്രാവൻകൂർ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു പട്ടം താണുപിള്ള. ശരിയാണ്. അക്കമ്മ ചെറിയന്റെ പേര് ഉത്തരവാദിത്തമുള്ള കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഗാനം രചിച്ചത് ആർ സുഗതനാണ്. 1, 3, 4 ശരി. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത് നോക്കാം. കൊച്ചി രാജാവ് ഐക്യ കേരള പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സന്ദേശം അയച്ചത് എന്നാണ്? 1945 ജൂലൈ 29 കൊച്ചി രാജാവ് ഐക്യ കേരള പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സന്ദേശം അയച്ചത്. അടുത്തത് നോക്കാം. ഐക്യ കേരളം എന്ന ആശയം അംഗീകരിക്കണമെന്ന് കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ട പ്രാദേശിക കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? പയ്യന്നൂരിൽ വെച്ചാണ്. തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ ഭരണ തലസ്ഥാനമായി തീരുമാനിച്ചത് എവിടെയാണ്? തിരുക്കൊച്ചിയുടെ ഭരണ തലസ്ഥാനമായി തീരുമാനിച്ചത് തിരുവനന്തപുരമാണ്. ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രധാന ജാഥകളാണ് താഴെ തന്നിരിക്കുന്നത്. വേറിട്ട് നിൽക്കുന്നത് കണ്ടെത്തുക. ഉത്തരവാദിത്ത പ്രക്ഷോഭത്തിന് അനുകൂലിച്ചുകൊണ്ട് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് മലബാർ ജാഥ നയിച്ചത് AKG ആണ്. ശരിയാണ്. ഉത്തരവാദ പ്രക്ഷോഭത്തിന് ഭാഗമായി രാജധാനി മാർച്ച് നയിച്ചത് അക്കാമ ചെറിയാനാണ്. ശരിയാണ്. ശിവരാജ് പാണ്ഡെയുടെ നേതൃത്വത്തിൽ തെക്കൻ കർണാടക ജാഥ പുറപ്പെട്ടു. അതും ശരിയാണ്. ഇനി KK വാര്യരുടെ നേതൃത്വത്തിൽ കൊച്ചിൻ ജാഥ പുറപ്പെട്ടു എന്നുള്ളത് തെറ്റാണ്. അപ്പൊ ഇവിടെ A, B, D ശരിയാണ്. സി ആണ് തെറ്റ്. അപ്പൊ വേറിട്ട് നിൽക്കുന്ന സി ആണല്ലോ. അപ്പൊ സി ആണ് ഇവിടുത്തെ ആൻസർ. അടുത്ത് നോക്കാം. കൊച്ചി രാജപ്രജ മണ്ഡലം ഉത്തരവാദിത്ത ഭരണ ദിനമായി ആചരിച്ചത് എന്നാണ്? 1946 ജൂലൈ 29. അടുത്ത് ഐക്യ കേരള സബ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ചെറുതുരുത്തിയിൽ വെച്ചാണ് ഐക്യ കേരള സബ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത്. അടുത്തത് താഴെ പറയുന്ന കൊച്ചി രാജപ്രജാമണ്ഡലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? തെറ്റായതാണ് കാണേണ്ടത്. ഇവിടെ 1, 2, 4 ശരി, 3 മാത്രം തെറ്റാണ്. കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് പനമ്പള്ളി ഗോവിന്ദ മേനോൻ. ശരിയാണ്. കൊച്ചിൻ രാജപ്രജാമണ്ഡലത്തിന്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു VR കൃഷ്ണൻ എഴുത്തച്ഛൻ. കൊച്ചിൻ രാജപ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ ദിവാനാണ് AFW ഡിക്സൺ. അതൊക്കെ ശരിയാണ്. അപ്പൊ 1, 2, 4 ശരി, തെറ്റ് 3. അപ്പൊ ഓപ്ഷൻ ബി ആണ്. 3 മാത്രം എന്നുള്ളതാണ് ആൻസർ. അടുത്ത് നോക്കാം. തൃശ്ശൂരിൽ ഐക്യ കേരള യോഗം നടന്ന വർഷം ഏതാണ്? 1948. അടുത്ത് ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായത് ഏതൊക്കെയാണ്? ശരിയായതാണ് കാണേണ്ടത്. ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാക്കാൻ 1946 KPCC ഉപസമിതി രൂപീകരിച്ചു. ഐക്യ കേരളം എത്രയും വേഗത്തിൽ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് ഈ മൊയ്തു മൗലവിയാണ്. അതും ശരിയാണ്. 1928 ഏപ്രിലിൽ എറണാകുളത്ത് നടന്ന നാട്ടുരാജ്യ പ്രജാ സമ്മേളനത്തിലാണ് ഐക്യ കേരളം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ചത്. അതും ശരിയാണ്. മലയാളം സംസാരിക്കുന്ന ആളുകളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു സംസ്ഥാനം രൂപീകരിക്കുക എന്നതായിരുന്നു ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. അതും ശരിയാണ്. ഇവിടെ 1, 2, 3, 4 ശരിയാണ്. ഓപ്ഷൻ ടി ആണ് ആൻസർ. അടുത്തത് ആദ്യമായി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാനുള്ള പ്രമേയം അവതരിപ്പിക്കപ്പെട്ട INC സമ്മേളനം ഏതായിരുന്നു? 1917 കൊൽക്കത്ത സമ്മേളനം. അടുത്ത ഐക്യ കേരളം ലക്ഷ്യം വെച്ചുള്ള സമ്മേളനങ്ങളുടെ വിവരണങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായതാണ് കാണേണ്ടത്. ഇവിടെ 4 മാത്രമാണ് തെറ്റ്. 1, 2, 3 ശരിയാണ്. 1927 ഐക്യ കേരളം ലക്ഷ്യം വെച്ചുകൊണ്ട് സമസ്ത കേരള സാഹിത്യ പരിഷത്ത് എന്ന സംഘടന രൂപം കൊണ്ടു.
1928 ഐക്യ കേരള പ്രമേയം പാസാക്കിയ ആദ്യ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം എറണാകുളത്ത് വെച്ച് നടന്നു. ഭരണഘടനയ്ക്ക് വിധേയമായി ഐക്യ കേരളം എന്ന ആവശ്യം നടപ്പിലാക്കണമെന്ന് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത് 1928 പയ്യന്നൂർ സമ്മേളനത്തിലായിരുന്നു. അപ്പൊ 1, 2, 3 ശരി, 4 മാത്രം തെറ്റ്. തെറ്റ് ഏതാണ് കാണേണ്ടത്? ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത്, ഐക്യ കേരളം ലക്ഷ്യം വെച്ചുകൊണ്ട് സമസ്ത കേരള സാഹിത്യ പരിഷത്ത് രൂപീകൃതമായ വർഷം എന്നായിരുന്നു? 1927. അടുത്ത് നോക്കാം. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്നത് ആരാണ്? കെ മാധവൻ നായർ. കെ മാധവൻ നായർ ആയിരുന്നു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്നത്. അടുത്തത്, തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ നിയമ തലസ്ഥാനമായി തീരുമാനിച്ചത് എവിടെയാണ്? എറണാകുളം. എറണാകുളമാണ് തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ നിയമ തലസ്ഥാനമായി തീരുമാനിച്ചത്. അടുത്ത് നോക്കാം. താഴെ പറയുന്നവയിൽ ആരുടെ അധ്യക്ഷതയിലാണ് കൊച്ചി രാജപ്രജാ മണ്ഡലം രൂപീകരിച്ചത്? BR കൃഷ്ണൻ എഴുത്തച്ഛൻ. BR കൃഷ്ണൻ എഴുത്തച്ഛന്റെ നേതൃത്വത്തിലാണ് കൊച്ചി രാജപ്രജാ മണ്ഡലം രൂപീകരിച്ചത്. അടുത്ത്, ഐക്യ കേരള സമ്മേളനം ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാണ്? ഐക്യ കേരള സംസ്ഥാനം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത വ്യക്തി പരീക്ഷത്ത് തമ്പുരാനായിരുന്നു. കൊച്ചിയുടെ പ്രധാനമന്ത്രിയായിരുന്നു. താഴെ പറയുന്നവയിൽ സംസ്ഥാന പുനഃസംഘടന സമയത്തുണ്ടായ മാറ്റങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതാണ്? ഉൾപ്പെടുന്നവയാണ് കാണേണ്ടത്. പുനഃസംഘടന കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം 1956 മാർച്ച് 1 മുതൽ 1956 ഒക്ടോബർ 31 വരെ കേരള സംസ്ഥാനം പുനഃസംഘടിപ്പിച്ചു. ശരിയാണ്. തെക്കൻ തിരുവിതാംകൂറിലെ താലൂക്കുകളായ തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകളും ചെങ്കോട്ട താലൂക്കിലെ ചില ഭാഗങ്ങളും മദ്രാസ് സംസ്ഥാനത്തോട് കൂട്ടിച്ചേർത്തു. അതും ശരിയാണ്. മദ്രാസ് സംസ്ഥാനത്തിലെ ദേവികുളം എന്ന താലൂക്ക് കേരളത്തോട് കൂട്ടിച്ചേർത്തു. അത് ശരിയാണ്. മൈസൂർ സംസ്ഥാനത്ത് നിന്ന് കാസർഗോഡ്, ഹൗസ്ദുർഗ് എന്നീ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന തെക്കൻ കാനറ ജില്ലയും കേരളത്തോട് കൂട്ടിച്ചേർത്തു. ഇവയൊക്കെ ശരിയാണ്. ഇപ്പോൾ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? 1, 2, 3, 4 ഉൾപ്പെടുന്നവയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത നോക്കാം. കൊച്ചിയിൽ ഉത്തരവാദ ഭരണ സർക്കാർ രൂപം കൊണ്ട വർഷം ഏതായിരുന്നു? 1947 ഒക്ടോബർ 14 കൊച്ചിയിൽ ഉത്തരവാദ ഭരണ സർക്കാർ രൂപം കൊണ്ട വർഷം. യുണൈറ്റഡ് കേരള മൂവ്മെന്റ് അല്ലെങ്കിൽ ഐക്യ കേരള പ്രസ്ഥാനം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട 60 ചോദ്യങ്ങളാണ് നമ്മൾ കണ്ടത്. തീർച്ചയായും ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.